നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അനിൽ ആന്റണി വലിയ അഴിമതിക്കാരനാണ്, ഡൽഹിയിലെ അറിയപ്പെടുന്ന ബ്രോക്കറാണ് എന്നൊക്കെ പറയുകയാണ് ദല്ലാൽ നന്ദകുമാർ. വിലപേശി തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി വലിയ അഴിമതിക്കാരനാണെന്ന് ആരോപിച്ച് വ്യവസായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തുന്നു. ഒന്നാം UPA സർക്കാരിന്റെ അവസാന കാലത്തും രണ്ടാം UPA കാലത്തും ഡൽഹിയിലെ അറിയപ്പെടുന്ന ബ്രോക്കറായിരുന്നു അനിൽ ആന്റണി. പിതാവിനെ ഉപയോഗിച്ച് വിലപേശി തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നും നന്ദകുമാർ ആരോപിക്കുന്നു. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി അനിൽ ആന്റണി 25 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം. PT തോമസ് ഇടപെട്ടാണ് പണം നൽകിയത്. താൻ പറയുന്ന അഭിഭാഷകനെ CBI സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അനിൽ ആന്റണിക്ക് പണം നൽകിയത്. എന്നാൽ നിയമനം വന്നപ്പോൾ മറ്റൊരാളെയാണ് നിയമിച്ചത്. പണം തിരിച്ചു തന്നില്ല. അനിൽ ആന്റണി നിഷേധിച്ചാൽ സംവാദത്തിന് തയ്യാറാണെന്നും നന്ദകുമാർ പറഞ്ഞു. ബ്രൗൺ കളർ ഹോണ്ട സിറ്റി കാറിൽ AK ആന്റണിയുടെ PS-നൊപ്പം അശോക ഹോട്ടലിൽ എത്തിയാണ് അനിൽ ആന്റണി തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതെന്നും നന്ദകുമാർ പറയുന്നു. അനിൽ അംബാനിയുടേതിന് സമാനമായ ഒപ്പാണ് വിസിറ്റേഴ്സ് ബുക്കിൽ അന്ന് അനിൽ ആന്റണി ഇട്ടത്. PJ കുര്യനും ഉമാ തോമസിനും ഇക്കാര്യങ്ങൾ അറിയാം. ചില ഡിഫൻസ് നോട്ടുകൾ പുറത്തുപോയി. ഇത് പിടിക്കപ്പെടാതിരിക്കാനാണ് അനിൽ BJP-യിൽ ചേർന്നത്. അതേസമയം UPA ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയെന്നും ദില്ലിയിലെ ഏറ്റവും വലിയ ദല്ലാളായിരുന്നു അനിൽ ആന്റണി എന്നുമാണ് നന്ദകുമാർ പറയുന്നത്. ദില്ലിയിലെന്ന് പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് നിർണായകമായ രേഖകളെടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽക്കുകയായിരുന്നു അനിലിന്റെ പ്രധാന ജോലി. അന്ന് പല ബ്രോക്കർമാരും അനിൽ ആന്റണിയെ സമീപിച്ചിരുന്നുവെന്നും ദല്ലാൽ നന്ദകുമാർ ആരോപിക്കുന്നു. ഏതായാലും ഈ പറയുന്ന കാലഘട്ടത്തിൽ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനിൽ ആന്റണി അഴിമതിക്കാരനാണെങ്കിൽ അത് UPA ഭരണകാലത്തായിരുന്നുവെങ്കിൽ ആന്റണിയുടെ PS-ഉമായൊക്കെയാണ് വന്ന് പണം കൈകാര്യം ചെയ്തതെങ്കിൽ, പണം വാങ്ങിക്കൊണ്ട് പോയതെങ്കിൽ അനിൽ ആന്റണി എങ്ങനെയാണ് അഴിമതിക്കാരനാണെന്ന് പറയാൻ കഴിയുക? അന്ന് അനിൽ ആന്റണിയുടെ അച്ഛനായിരുന്നു പ്രതിരോധ മന്ത്രിയെങ്കിൽ UPA സർക്കാരിന്റെ കാലത്ത് അന്ന് അദ്ദേഹം കൂടി അറിഞ്ഞിട്ടുള്ള ഡീലായിരിക്കും നടന്നിട്ടുണ്ടാവുക. 10 വർഷങ്ങൾക്ക് മുമ്പ് അത്രയൊന്നും വലിയൊരു നേതാവോ അല്ലെങ്കിൽ അത്രയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളോ ആണ് അനിൽ ആന്റണി എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ അനിൽ ആന്റണിയെ ടാർഗറ്റ് ചെയ്യുന്നത് പരാജയ ഭീതിയിലാണെന്ന് നമുക്കറിയാം. പത്തനംതിട്ടയിൽ ചിലപ്പോൾ അനിൽ ആന്റണി അത്ഭുതം സൃഷ്ടിച്ചേക്കുമെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ വരുന്നത്. ദല്ലാൽ നന്ദകുമാറിന് അത് പറയാനുള്ള യോഗ്യത എന്താണ്? ദല്ലാൽ നന്ദകുമാർ എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്? ഒരു കാര്യം ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. അനിൽ ആന്റണി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എങ്ങുമില്ലാത്ത ആരോപണങ്ങളുമായി, ഇന്ന് വരെ പറയാത്ത കാര്യങ്ങളുമായി ദല്ലാൽ എത്തുന്നത്. ഇനി ദല്ലാൽ ആരുടെ ബിനാമിയാണ് എന്നാണ് അറിയേണ്ടത്. ആരാണ് ദല്ലാലിനെ അയച്ചത് എന്നും അറിയേണ്ടിയിരിക്കുന്നു.